അസ്സലാമലൈക്കും. സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് ഏതൊരാളുടെ ആഗ്രഹമല്ലേ? പ്രത്യേകിച്ചും നാട്ടിൽ നിന്നുകൊണ്ട് ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളത് ഭൂരിഭാഗം സാധാരണക്കാരെ സംബന്ധിച്ചും വലിയൊരു കടമ്പയാണല്ലേ. മാഷാ അല്ലാഹ്, നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അധ്വാനത്തിൽ ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീട് മലപ്പുറം ജില്ലയിലെ തിരൂര് പെരുന്തല്ലൂരുള്ള ജസ്ന ഷിഹാബ് ദമ്പതികളുടേതാണ് കേട്ടോ. 7 സെന്റ് സ്ഥലത്ത് വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ വീട് വളരെ കുറഞ്ഞ ചെലവിലാണ്. അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. വെൽക്കം ബാക്ക് ടു ആയിസം വ്ലോഗ്സ്. 7 സെന്റ് സ്ഥലത്ത് വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീട് ആകെ മൊത്തം 1050 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. വീടിന്റെ എക്സ്റ്റീരിയർ വർക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ ഷെയ്ഡിലാണ് പുറത്തെ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഷോ വാള് നോക്കുകയാണെങ്കിലും വൈറ്റ് കളറിലുള്ള വാളില് ഒരു ബ്രൗൺ കളർ ലൈൻസ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കളർ കോമ്പിനേഷൻ ഒക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. വീടിന് അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ടിൽ ഷോ വാളിന് താഴെയായിട്ട് ഒരു ഭാഗത്ത് ചെറിയൊരു ഗാർഡൻ ഏരിയ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ആയിട്ട് കുറച്ച് പ്ലാന്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീടിന്റെ എക്സ്റ്റീരിയർ വർക്കിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ LED ലൈറ്റ്സ് കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി സിറ്റ് ഔട്ടിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയാലോ. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ 2 സ്റ്റെപ്പ് വരുന്നുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് നീളത്തിൽ ഈ സൈഡ് ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ ഒരു മാറ്റും ഇട്ടിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ടിലേക്ക് കയറിയാൽ അത്യാവശ്യത്തിന് വലിപ്പമൊക്കെ ഉള്ള ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് ആണ് കേട്ടോ ഇത്. സിറ്റ് ഔട്ടിലായിട്ട് വുഡിന്റെ 3 സീറ്റർ ചെയർ വരുന്നുണ്ട്. കൂടാതെ ഫ്ലോറിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ മാറ്റും വരുന്നുണ്ട്. സിറ്റ് ഔട്ടിലെ ഇരുവശങ്ങളിലെ വാളിലായിട്ടും പരഗോള ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. ഒരു വശത്തെ പരഗോളയിൽ ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മറ്റേ പരഗോളയിൽ 2 കുഞ്ഞു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ നല്ല ഭംഗിയുള്ള എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ ഇത്. ഇവിടെ സീലിംഗിൽ വന്നിട്ട് കാര്യമായിട്ട് ഒരു ഡിസൈനും വരുന്നില്ല കേട്ടാ. അപ്പൊ ഇനി അകത്തേക്ക് കയറിയാലോ. അകത്തേക്ക് കയറാനായിട്ട് ഫ്രണ്ടിലെ ഡോർ നോക്കുകയാണെങ്കിൽ വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടാ. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിലുള്ള ഡോർ തന്നെയാണ്. അകത്തേക്ക് വന്നാൽ ഇടത് ഭാഗത്തായിട്ടാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ സോഫ ആണ് കേട്ടോ വരുന്നത്. L ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയിൽ ഒരു വശത്തെ വാളിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ട ആ പരഗോള ഗ്ലാസ് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. അതിൻ്റെ അവിടെ ആയിട്ട് തന്നെ നല്ല ഭംഗിയുള്ള കുഞ്ഞ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കൂടാതെ ഇടക്കായിട്ട് LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സോഫയുടെ തൊട്ടടുത്ത ഗ്യാപ്പിലും ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ലിവിംഗ് ഏരിയയിലെ ഓവറോൾ ലുക്ക് വന്നിട്ട് കിടിലൻ തന്നെയാണ്. സോഫയുടെ പിറകിലായിട്ട് 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. കർട്ടൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഭാഗത്ത് കാണുന്ന വാളില്ലേ, അത് സ്റ്റെയർ കേസിന്റെയും ലിവിംഗ് ഏരിയയുടെയും കൂടി പാർട്ടീഷൻ വാളാണ് കേട്ടോ. അവിടെയും പരഗോള ഡിസൈനാണ് വരുന്നത്. ഇനി ഇവിടുത്തെ സീലിംഗ് നോക്കുകയാണെങ്കിലും കാര്യമായിട്ട് ഒരു വർക്കും വരുന്നില്ല. സിമ്പിൾ ആയിട്ട് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ഹാളിലേക്ക് വരുമ്പോൾ ഈ വീട്ടിൽ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ടൈലില്ലേ, അത് എടുത്ത് പറയണം കേട്ടോ. ഒരു ബ്ലൂ ഷെയ്ഡിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ വലത് ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിലേക്ക് വന്നിട്ട് 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിൾ നോക്കുകയാണെങ്കിൽ ഫ്ലോറിലെ ആ ടൈലിനോടൊക്കെ മാച്ച് ആവുന്ന തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് കേട്ടോ ടേബിൾ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ വുഡിന്റെ ചെയറും വരുന്നുണ്ട്. ഡൈനിങ് ഏരിയയിൽ ഒരു വാളിലായിട്ട് 2 സിംഗിൾ വിൻഡോ ആണ് കേട്ടോ വരുന്നത്. അതിൽ 2ലും കർട്ടൻസ് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് വാഷ് ബേസ് നോക്കല്ലേ. നമ്മുടെ വാഷ് ബേസിന് വരുന്നത് കിച്ചണോട് ചേർന്നിട്ട് ഈ ഭാഗത്താണ് കേട്ടോ. അവിടെ വന്നിട്ട് വാളിൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിൽ ടൈല് കൊടുത്തിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് സർക്കിൾ മിററും വരുന്നുണ്ട്. അതിന് മുകളിലായിട്ട് LED ലൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ വാഷ് ബേസിനൊക്കെ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു വൈറ്റ് കളറിൽ നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗം വന്നിട്ട് സ്റ്റോറേജ് ഷെൽഫ്സ് വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ഇടയ്ക്ക് പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല രസത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്.
ഇനി ഡൈനിങ് ഏരിയയുടെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസും അതിനടുത്തായിട്ട് ഒരു ബാത്റൂം ഒക്കെ വരുന്നത്. ബാത്റൂമിന്റെ ആ ഭാഗത്തെ വാളിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹാളിലെ സീലിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ വാഷ് ബേസിന്റെ ഭാഗത്തെ സീലിംഗിൽ 2 ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലുക്ക് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അല്ലാതെ നോക്കിയാൽ ബാക്കിയുള്ള സ്പേസിലൊക്കെ ലൈറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ. ഇനി ഈ വീട്ടിൽ 2 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. ആദ്യത്തേത് വന്നിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായിട്ടാണേ. ഈ റൂമിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലി കോട്ട് വരുന്നുണ്ട്. ഒരു സിമ്പിൾ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. ഇനി 2 വശങ്ങളിലായിട്ടാണ് വിൻഡോസ് വരുന്നത്. 2ലും സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കോട്ടിന്റെ ഇപ്പുറത്തെ വാളിലായിട്ടാണ് കേട്ടോ വാൾഡ്രോബ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഡോറൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇനി ഒരു വശത്തായിട്ട് കിഡ്സിന്റെ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. സീലിംഗിൽ നോക്കുകയാണെങ്കിൽ LED ലൈറ്റ്സ് അല്ലാതെ വേറെ വർക്ക്സ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത്യാവശ്യത്തിന് സൗകര്യമുള്ള ഒരു സിമ്പിൾ ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ലിവിംഗ് ഏരിയയിൽ നിന്ന് വരുമ്പോഴേ തൊട്ടടുത്ത് വലതു ഭാഗത്തായിട്ട് കാണുന്നതാണ്. ഈ റൂമിലേക്ക് കയറുമ്പോഴേ ഇടത് ഭാഗത്ത് കാണുന്നത് ബാത്റൂം ആണ്. അതവിടെ നിൽക്കട്ടെ. ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു ഫാമിലി കോട്ട് കാണാം. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് കേട്ടോ ഇത് വരുന്നത്. ഹെഡ് ബോർഡിന്റെ ഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വുഡ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ വിൻഡോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു വാളിലായിട്ട് 3 ഡോർ വിൻഡോയും മറ്റൊരു വാളിൽ 2 സിംഗിൾ വിൻഡോയും ആണ് കേട്ടോ വരുന്നത്. 2ലും സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിലെ വാൾഡ്രോബ് നോക്കുകയാണെങ്കിലും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഡോറൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഈ റൂമിലായിട്ട് ഒരു തൊട്ടി ഉണ്ട് കേട്ടോ. സീലിംഗിൽ പ്രത്യേകിച്ച് വർക്കൊന്നും വരുന്നില്ല. ഇനി ബാത്റൂമിന്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ആ വാളിന് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഇനി ബാത്റൂം നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ബാത്റൂം തന്നെയാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് വരുന്നത്. ഫുള്ളായിട്ട് ടൈല് വരുന്നുണ്ട്. വാഷ് ബേസിനൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റെയർ കേസിന്റെ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗം വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അവിടെ ഒരു സ്പേസിലായിട്ട് സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞു ടേബിളാണ്. അതിനൊരു കുഞ്ഞു ചെയറും വരുന്നുണ്ട്. ഇനി അടുത്തായിട്ടുള്ള ബാത്റൂം നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിൽ മൊത്തത്തിൽ ടൈലിട്ടിക്കാണ്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇന്ത്യൻ ക്ലോസറ്റ് ആണ് വരുന്നത്. ഇനി നമ്മൾ സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് തന്നെ വരുമ്പോൾ സ്റ്റെയർ ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. അതിനിടക്കായിട്ട് വരുന്നത് ഫ്ലോറിൽ നമ്മൾ കണ്ട അതേ ടൈലാണ് കേട്ടോ. ആ ഒരു ടൈല് വരുന്നതുകൊണ്ട് തന്നെ സ്റ്റെയറിനെ മൊത്തത്തിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സ്റ്റെയർ കേസിനെ ലിവിംഗ് ഏരിയനെയും കൂടി പാർട്ടീഷൻ ചെയ്ത വാളിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൽ വന്നിട്ട് പരകോള ഡിസൈൻ തന്നെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയറിന്റെ റെയിലിംഗ് വന്നിട്ട് ഫുള്ള് സ്റ്റീലാണ് കേട്ടോ. സ്റ്റെയർ കയറുന്ന സമയത്ത് നോക്കിയാൽ ബാത്റൂമിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു സ്പേസ് വരുന്നുണ്ട്. അവിടെ ആയിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കൂടാതെ അവരുടെ ഫാമിലി ഫോട്ടോ ഫ്രെയിമും കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് വരുമ്പോൾ സ്റ്റെയർ ഏരിയയിലെ വാളിലും പരകോള ഡിസൈൻ തന്നെ വരുന്നുണ്ട്. അവിടെ സീലിംഗിലായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് വന്ന് നമുക്ക് കിച്ചൺ നോക്കാം. കിച്ചണിലേക്ക് കയറുമ്പോൾ ഡോർ വന്നിട്ട് വുഡിന്റെ ഡോറാണ്. ഒരു ഗ്ലാസ് ഡിസൈനും വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു മോഡേൺ കിച്ചൺ ആണ് കേട്ടോ ഇത്. ഇവിടെ കയറി വരുമ്പോഴേ ഡോറിന്റെ ഭാഗത്തായിട്ട് എൽ ഷേപ്പിൽ ഒരു റാക്ക് ചെയ്തിട്ടുണ്ട്. അതിന് താഴ്ഭാഗത്തായിട്ട് ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ വരുന്നത്. ആ ഭാഗത്തെ വാളിലായിട്ട് നല്ല ഭംഗിയിൽ ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുക്കിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെക്കാവുന്ന തരത്തിൽ ഒരു ഓപ്പൺ ഷെൽഫാണ് കേട്ടോ വരുന്നത്.
ഇനി ആ ഭാഗത്തായിട്ട് തന്നെ ഫ്രിഡ്ജ് വരുന്നുണ്ട്. അതിനപ്പുറത്തായിട്ട് സിങ്കിനൊക്കെ ഉള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. പാത്രം കഴുകാനും പാത്രങ്ങളുടെ സ്റ്റോറേജിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഏരിയ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ കീപ്പ് ചെയ്യാം. ആ റാക്കിന്റെ താഴ്ഭാഗം വന്നിട്ടും ഓപ്പൺ തന്നെയാണ് കേട്ടോ. സിങ്കിന് മുകളിൽ ഒരു വിൻഡോ വരുന്നുണ്ട്. അവിടെ ആയിട്ടാണ് പാത്ര സ്റ്റാൻഡൊക്കെ വരുന്നത്. ഇനി അത് കണ്ടു കഴിഞ്ഞാൽ മറുഭാഗത്തായിട്ടാണ് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വലുപ്പത്തിൽ പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് വിറക് വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത റാക്കിലായിട്ടാണ് സ്റ്റൗ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റൗ ഇരിക്കുന്ന ആ ഭാഗത്തെ വാളിൽ ഒരു കുഞ്ഞു ഓപ്പൺ ഷെൽഫ് വരുന്നുണ്ട്. കൂടാതെ ആ ഭാഗത്തിന്റെ നീളത്തിൽ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നല്ല നീറ്റാണ് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ട് സ്റ്റോറേജ് കീപ്പിങ്ങിനൊക്കെ ആയിട്ട് വലിയൊരു റാക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് സ്റ്റോർ റൂമിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ആ വാളിലും ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം കേട്ടോ. സ്റ്റോർ റൂം വന്നിട്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള ഒത്തിരി സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റോർ റൂം തന്നെയാണ്. ഡോർ വെച്ചിട്ടില്ല കേട്ടോ. ഈ വീടിന്റെ കിച്ചൺ ആയാലും മറ്റു ഭാഗങ്ങളായാലും വളരെ നീറ്റ് ആൻഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതെൻ്റെ കസിൻ്റെ വീടാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു വീട് തന്നെയാണിത്. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.